നല്ല റോഡാട്ടേ, കുണ്ടും കുഴിയൊന്നുമില്ല അല്ലേ? കുണ്ടും കുഴിയൊന്നുമില്ല, നല്ല സൂപ്പർ റോഡ്. കിച്ചണെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കിച്ചണെല്ലാം പറ്റീന്. കാഴ്ച കണ്ടിങ്ങനെ ഇരിക്കണ്ടില്ലെന്ന് സുജായില്ലേ? മറ്റേ നമ്മളപ്പോ ഇങ്ങനെ ഇരിക്കലില്ല കാഴ്ച കാണാനൊന്നും. ഫുൾ ടൈം ഉറക്കായിരിക്കും. തണുപ്പാണ് എന്നും പറഞ്ഞ് പൊതച്ചു മൂടി കിടന്നു. ലച്ചുവിനെ പിന്നെ അങ്ങനെ കിട്ടൂല നമുക്ക്. ലച്ചു കടന്നു, സീറ്റിൽ കിടക്കാണ്, ഉറങ്ങാണ്. ഇതാ അവിടെ കിടന്നു. പിന്നെ അപ്പൊ നമ്മള് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ പോരാണ്. ഇരുട്ടിയില് നമ്മൾ കുറെ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഇനി എന്താ പറയാ, കുറെ വീഡിയോ. ഇരുട്ടി ഭാഗത്തൊക്കെ നിങ്ങളെ വീട് സ്ഥലമൊക്കെ സെയിൽ ചെയ്യാണ്ടെങ്കിൽ വിളിച്ചോണ്ടിട്ടോ നമ്മളെ നമ്പറിൽ. നല്ല അടിപൊളി പൊളി മാർക്കറ്റ് ഉണ്ടല്ലോ. വണ്ടി ഇവിടെ കൊണ്ടുപോയി പൊളിച്ചാൽ നമുക്ക് വേണ്ട. ഈ വണ്ടിന്റെ ഒക്കെ ഞക്കളി പാർട്സുകളൊക്കെ വിട്ടോർന്ന് നല്ല വ്യൂ ഉള്ള സ്ഥലം അവിടെ. അപ്പൊ അങ്ങനെ നമ്മളിങ്ങനെ പോന്ന് കൊറേ ഇങ്ങോട്ട് എത്തിട്ടോ. അവിടെ നോക്കിയ വണ്ടി വരുന്നേ. ഏതാണ് ബസ്സിലെ മോഡല്? ഭാരത് ബെൻസ് വലിയ വണ്ടിയാണല്ലോ. കണ്ടമാനം ലോഡും ഉണ്ട് കേട്ടോ. ഭയങ്കര കുറച്ച് പിന്നെ റിസ്ക് ഉള്ള ഈ റൂട്ടാണ്. ഇതോ ഫുള്ള് വളവും തിരിവല്ലേ. ഫോറസ്റ്റ് ഉണ്ട്. നല്ല കിടു സ്ഥലല്ലേ? അതെ, നല്ല സ്ഥലമാണ്. നല്ലൊരു വൈബുള്ള സ്ഥലം. പിന്നെ എല്ലാം പറ്റിനോണ്ട് ഇപ്പൊ ഇങ്ങനെ നോക്കിയിരിക്കണ്ടല്ലോ. അതൊക്കെ പുതിയ വെള്ള ഷർട്ടൊക്കെ ഇട്ട് കണ്ടോ ഇരിക്കണ ഇരുത്തം കണ്ടോ? ഫാൻ്റെ ഒക്കെ ആണ്. വേറെ കാര്യമുണ്ട്, വലിയ മനുഷ്യനായി, കുഞ്ഞ മനുഷ്യൻ. വേറെ കാര്യമുണ്ട്. കുറച്ചെല്ലാം കഴിയുമ്പോ ഇവനായിരിക്കും, ഇവനും പിള്ളേരായിരിക്കും ഇതിലെ വരുന്നത്. ഞങ്ങളുള്ള പണ്ടുള്ള ചെറുപ്പത്തിലാണ് ഇതിലെ വന്നിട്ടുണ്ടായിരുന്ന കുഞ്ഞാരിനൊപ്പം 2ലെറ്റെ പഠിക്കുമ്പോഴാണ് വന്നത് അറിയില്ലേ. അപ്പത്തേനും വലിയ മനുഷ്യനായിരിക്കും. വലിയ മെൻസനാകും. അപ്പൊ ഞങ്ങളിങ്ങനെ വടിയെല്ലാം കൊത്തി പിടിച്ച് മോനെ നീ എവിടെയാ ആയിരിക്കും. ഞാനിവിടെ ഒന്നുമില്ല അറിയും. വൈകുന്നേരം റോഡിലേക്ക് ഓളിങ്ങനെ TV ഒക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കട്ടോ. പഴയ വീഡിയോ കണ്ട് ഇങ്ങനെ. ഹായ് നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് നിൽക്കുന്നത് ഇതാണ്, ഇരുട്ടിയിലാണ്. ഇരുട്ടിയിൽ നിന്ന് ഇതാണ് 3 കിലോമീറ്റർ മാറിയിട്ട്. ഇതൊക്കെ ഞങ്ങള് പണ്ട് പോയ സ്ഥലം അറിയില്ലേ? ചെഗ്വേരന്റെ ഫോട്ടോ ഒക്കെ ഉണ്ടല്ലോ. ശ്രീമുത്തപ്പൻ കാറിന്റെ സെക്കൻഡ് ഹാൻഡ് കാറ്. ഇവിടെ പുതിയ കാർ കൊടുത്തിട്ട് ഫോർച്യൂണർ വാങ്ങിയാൽ നമുക്ക് ഞാൻ ക്രിസ്റ്റ എടുത്താലോടാ. ഇന്നലെ വന്നപ്പോ നമ്മളിവിടെ എവിടെയോ കണ്ടല്ലോ. നല്ല രസമുള്ള ഒരു വണ്ടി. ഫുഡ് കഴിച്ചത് നല്ല ഫുഡ് ചെയ്യുന്നു. നല്ല തിരക്കുണ്ടാവില്ലേ? ഹോട്ടൽ റിവർ സൈഡോ? റിവർ കണ്ടില്ലല്ലോ നമ്മള്. അവിടെ സൈഡിൽ അപ്പുറത്ത് കണ്ടിരുന്നു. നമുക്ക് ഇനി ഇരുട്ടി ചെന്നിട്ട് ഇരുട്ടിന്ന് പിന്നെ വിരാജ്പേട്ട് മൈസൂർ റോഡിനായിട്ട് പോകണം. വിരാജ്പേട്ട് ഞാൻ ഇന്നേ വരെ പോയിട്ടില്ല. ഇത്രയും കാലമായിട്ട് ഞാൻ കാണാത്തൊരു സ്ഥലമാണ്. കൊണ്ടുപോകാൻ ഞങ്ങൾ വിരാജ്പേട്ട് ഇടയ്ക്ക് കിച്ചുകൊണ്ട് ഇങ്ങനെ പറയും ഇങ്ങനെ എങ്ങനെടാ പറഞ്ഞേ ഇങ്ങനെ കണ്ടേ വിരാജ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. നമുക്ക് അതിൽ കൊണ്ടുപോകാം. വിരാജ്പേട്ടിൽ ഇരിക്കുവാ ഇല്ലടാ പോവാം. ഇഷ്ടം പോലെ ചാർജ് ചെയ്യണ സാധനങ്ങളുണ്ട്. 2 ഫോണിലെ 2ഉം ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പവർ ബാങ്ക് ചാർജ് ചെയ്യാണ്. എല്ലാ സാധനങ്ങളും ബാറ്ററി എന്തൊക്കെയോ സാധനങ്ങൾ ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതും കൂടെ ചാർജ് ആക്കാനുള്ള പിന്നില്ല. ഇരുട്ടെത്തി നമ്മള് അല്ലേ? ഇരുട്ടി ടൗണിലോട്ട് പ്രവേശിച്ചു. ശ്രീ അമ്പലം കേട്ടോ. പയഞ്ചേരി പേര് വായിച്ചല്ലോ. മട്ടന്നൂര് ഇടത്തോട്ട്, ഇരുട്ടി വലത്തോട്ട്, ഇടത്തേക്ക് കണ്ണൂര് എയർപോർട്ടാണോ? എയർപോർട്ട്. പേരാവൂർ ഇരുട്ടി ബസ് ഉണ്ടല്ലോ ഇങ്ങോട്ട് ഇഷ്ടം പോലെ. പേരാവൂരിനൊക്കെ ഇഷ്ടം പോലെ ബസ് ഉണ്ടല്ലോ. നമ്മൾ പേരാവൂര് റൂട്ടിൽ നിന്നാണ് ഇപ്പോൾ വന്നത് കേട്ടോ. ഇരുട്ടിന്ന് പേരാവൂര് പോണ റൂട്ടിൽ നിന്നാണ് ഇപ്പോൾ വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞ് വന്നത്.
കണ്ടമാനം ബസ് ഉണ്ട് അങ്ങോട്ട്. നമ്മളിനി ഫാർമസിയാ. മരുന്ന് വാങ്ങാൻ ഇഷ്ടംപോലെ ആളുണ്ടല്ലോ. വണ്ടികള് സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ ഇഷ്ടം പോലെ അല്ലേ? അത് തോന്നണ അരുണാചല. അപ്പൊ നമ്മള് ഇരിട്ടി ടൗണിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇവിടുന്ന് വലത്തോട്ടല്ലേ ഇരിട്ടിക്ക്? വലത്തോട്ടാണ് പോകേണ്ടത്. സിഗ്നലാണ്, കിട്ടുമോ? സിഗ്നലാണ്. ഇടത്തോട്ടും വലത്തോട്ടും പോവാം. അങ്ങോട്ട് എയർപോർട്ടിലേക്ക്. നമ്മൾ ഇന്നലെ നിന്ന റൂമാണിത്. ആ ഇതിലെ ഇവിടെ ഈ ലെഫ്റ്റ് സൈഡില് ഇവിടെ ഈ കാണുന്ന M2H റെസിഡൻസി. കുഴപ്പമില്ലാത്തൊരു നല്ല റൂമാ. ഇന്നലെ അവിടെ അപ്പൊ നമ്മള് ഇരിട്ടി ടൗൺ നോക്കൂ. ഇരിട്ടി ടൗൺ ആണ്. വേണേ കണ്ടാ ചെയ്യും. കണ്ടോ? ഫോട്ടോ എടുക്കണം. അവിടുന്ന് ഒരു ഇരിട്ടി പറഞ്ഞിട്ട്. ഇരിട്ടി ടൗൺ വലിയ ടൗൺ അല്ലേ? ഇവിടെ അത്യാവശ്യം വലിയ ടൗൺ അല്ലേ? ചേട്ടാ ഇരിട്ടിയിലായിരുന്നു പണ്ട് ഉണ്ടായിരുന്നല്ലേ? ഞാൻ ഇരിട്ടിയിലൊന്നും വന്നിട്ടുണ്ട്. അതിലൊക്കെ വന്നിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഞാൻ എന്തിനാ ഇവിടെ വന്നിരിക്കണത് ഇരിട്ടിയില്? വെറുതെ ചേട്ടായില്ലേ പറയാം. എല്ലായിടത്തും ഇതിലെ ഞാൻ ഇതെന്താണ്? എങ്ങനെ പോരാ നമുക്ക്? എല്ല് നോക്കിയിട്ട് പോകുന്നുണ്ടല്ലോ. പഠിക്കണ്ടോ? ഇല്ല. എൽബോർഡ് അതിനുണ്ട്. ഇരിട്ടി ടൗൺ എനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. ഇരിട്ടി ടൗണാണ് നമ്മളെ കാഞ്ഞങ്ങാടാണോ എനിക്ക് ഇഷ്ടപ്പെട്ടത്? ഇരിട്ടിയാണോ ഇഷ്ടം, കാഞ്ഞങ്ങാടാണോ? ഇരിട്ടി ടൗൺ ആണോ ഇഷ്ടം, കാഞ്ഞങ്ങാട് ടൗൺ ആണോ ഇഷ്ടം? പറയൂ കുട്ടാ, പറയൂ അമിതേ. ഇന്നാള് നമ്മള് വന്നുകണ്ടതിലല്ലേ ഹോട്ടലും തിരഞ്ഞറിഞ്ഞേന്ന് രാത്രി. ലൈനിൽ പെട്ടെന്ന് കയറിക്കോളെ. എന്നിട്ട് ഇങ്ങനെ അപ്പോഴത്തേന് നമ്മളിവിടെ നിർത്തും. എന്നിട്ട് മെല്ലെ പോകും. എത്രങ്ങാനും ഷോപ്പുകളല്ലേ. തിരക്ക് പിടിച്ച ടൗൺ. പള്ളി, നല്ലൊരു പള്ളി, വലിയ പള്ളി. ഇരിട്ടി പാലം കണ്ട നമുക്ക്. ചേച്ചി ഇങ്ങനെ ഡാൻസ് ഇങ്ങനെ ഈ പോണോ പോണ്ട വെച്ചെന്ന് കഴിഞ്ഞാ അപ്പോഴാണ് ഈ വണ്ടി തട്ടുക അല്ലേ? അങ്ങോട്ടും ഇല്ല അങ്ങോട്ടും ഇല്ലാത്ത മാർക്ക് കഴിഞ്ഞാല് കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കുക പോകരുത് പറഞ്ഞിട്ട് അത് നമ്മളവിടെ നിർത്തിനെ കൊടുക്കും. അതിന്റെ നല്ല നല്ല ഷർട്ടുകളൊക്കെ ഉണ്ട് അവിടെയൊക്കെ. അപ്പൊ അങ്ങനെ ഈ ടൗണിൽ കൂടെ നമ്മളിങ്ങനെ ഇതിലെങ്ങനെ പോയി നോക്കിയാണ് റൂം. പാറ്റൊക്കെ ഉണ്ടെങ്കിൽ പാറി നടക്കുന്നത് അന്ന് എപ്പോഴൊന്നും ആള് ഇതാവാത്തേക്ക്. ഇതാണ് ഇരിട്ടിപ്പുഴ, ഇരിട്ടി പാലം, പഴയ പാലം കണ്ടോ? പഴയ പാലം നല്ല ക്ലിയർ ഉണ്ട്. എന്തൊക്കെ പഴയ പാലം കണ്ടോ? പഴയ പാലോ പുതിയ പാലോ? മൈസൂർ നമുക്ക് വലത്തേക്കാ പോണ്ടേ, തളിപ്പറമ്പ് ഇടത്തോട്ട്. അപ്പൊ വലത്തോട്ട് കാരണം സിഗ്നലില്ലല്ലോ. സിഗ്നൽ ഇല്ല ഇല്ല ഇല്ല. ഇവിടെ ഈ റോഡിൽ നമ്മൾ കുറേ ആണ്ട് പോയിട്ടുണ്ട്. എങ്ങോട്ടറിയാം? അവിടെ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മൾ പോയിട്ടുണ്ട്. ഇരുട്ടി വിരാജ്പേട്ട് 31 കിലോമീറ്റർ ഇങ്ങനെ പോകണം. നല്ല വണ്ടിയാണല്ലോ, നല്ല കളറുണ്ടല്ലേ? നല്ല കളറ്. പൂന്തോട്ടം ആ ബസ്സിന്റെ പേരുണ്ടോ? കീഴ്പള്ളി പോണ ബസ്. 5-6 മണിക്കൂർ വേണം ബെൽത്തങ്ങാടി എത്താൻ. അങ്ങെത്തണമെങ്കിൽ അപ്പൊ അതൊക്കെ ഇങ്ങനെ പോകാം നമുക്ക്.
ഇവിടെ പുലുക്കി ഇല്ല ഓൻ കുടിച്ചിട്ടില്ല. പുലുക്കി സർബത്ത് ചെടികളെല്ലാം മതിൽക്കെട്ടിന്റെ ഇവിടെ കല്ലുമുട്ടി പറഞ്ഞ സ്ഥലം. കല്ലുമുട്ടി ഇതൊക്കെ വീടിന്റെ മതിലാണത്. എത്രങ്ങാനും വലിയ വീട്. കല്ലുമുട്ടി പറഞ്ഞ സ്ഥലം. ഇവിടെ പണ്ട് കാലത്ത് ഏതെങ്കിലും രണ്ട് കല്ലുകൾ തമ്മിൽ കൂട്ടി മുട്ടി കാണും. ചിലപ്പോ രണ്ട് കല്ലടുത്തിട്ടുണ്ടാവും. SNDPന്റെ മന്ദിരം. ഫുഡ് ഇപ്പൊ കഴിക്കണ്ട. അപ്പൊ അതിന് വിശക്കുണ്ടായി. നമ്മള് രാവിലെ കഴിച്ചതിന്റെ തന്നെ പോയിട്ടില്ല. ഞാനും ലച്ചും കൂടെ തിന്നു 1.5 പൊറോട്ട. നല്ല റോഡിലെ. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് കുണ്ടുംകുഴി ഉണ്ടോ? ഇല്ലായിരിക്കാം എന്നാണ് തോന്നുന്നത്. നമ്മളെ പൊറോട്ടന്റെ മീൻകറി എന്ത് രസമുണ്ടെന്ന് അറിയോ? കുറച്ച് ചാറ് പോലും തന്നല്ലേ ചെയ്യും. അവിടെ ഇരട്ടിപ്പുഴ കേട്ടോ. കുറച്ച് വെള്ളമേ ഉള്ളല്ലോ. മഴ കുറഞ്ഞില്ല. അതാ ഓരൊക്കെ നാട്ടിലേക്ക് ഇറങ്ങി. കാടൊക്കെ മടുത്ത്. മനുഷ്യന് മാത്രല്ല കാട് മടുത്ത്, കൊരങ്ങന്മാർക്ക് വരെ കാട് മടുത്തിട്ടോ. കാട്ടിൽ എന്തായാലും തിന്നാനുള്ളേ. ഇതില് വന്ന എല്ലാരും നല്ല പച്ചക്കറിയും പഴങ്ങളൊക്കെ ഇട്ട് കൊടുക്കും. അത്രയും നല്ല സാധനം കിട്ടുമ്പോ വെറുതെ ഇതിന് കാട്ടുകൂടെ ഇറക്കണല്ലേ.